ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസം ആണ്. പൊതുവെ ഞായറാഴ്ച ഒരു ആലസ്യത്തിൻ്റെ ദിനം കൂടിയാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയമാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിൽ കുടുംബത്തിലെ എല്ലാവരും വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. സാധാരണ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെയാണ് എങ്കിൽ ശനി ഞായർ ദിവസങ്ങളാണ് അവർക്ക് അവധിയായി വരുന്നത്. അതിൽ തന്നെ ഞായറാഴ്ചയാണ് കൂടുതൽ ആളുകൾക്ക് അവധി. പക്ഷേ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലെയുള്ളവർക്ക്, സർവീസ് സെക്ടറുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശനി ഞായർ, ഓണം, ക്രിസ്മസ് അങ്ങനെയൊന്നുമില്ല. എന്നാൽ പോലും ഈ വോട്ടർമാരെ പരമാവധി വീട്ടിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. അതുകൊണ്ട് തന്നെ അവരതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമാണ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധിയായ വാർത്തകൾ ഉള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഞായർ. അതുകൊണ്ട് തന്നെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാവിലെ ഞാനൊരു ചിത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വളരെ ഹൃദ്യമായ മനോഹരമായ ഈ ചിത്രം 1982 ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട ഒരു ചിത്രമാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചിത്രമാണ്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. കറുത്ത വർഗ്ഗക്കാർ അവരുടെ അവകാശങ്ങൾ എല്ലാം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയത്. അവരുടെ മനുഷ്യാവകാശങ്ങൾ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ എല്ലാ തരത്തിലുമുള്ള ജീവിത ഉപാധികളും തടസ്സപ്പെടുത്തുന്ന, അവർ അടിമകളായി ജീവിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കറുപ്പും വെളുപ്പും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മുടെ ജാതി എന്ത്, മതമെന്ത്, രാഷ്ട്രീയമെന്ത് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പുള്ളൊരു പ്രായമുണ്ട്. അതാണ് ബാല്യം എന്ന് പറയുന്നത്. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ 2 ബാല്യത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, അതിൽ ഒരാൾ കറുത്ത വർഗത്തിൽപ്പെട്ടതാണ്, മറ്റൊരാൾ വെളുത്ത വർഗത്തിൽപ്പെട്ടതാണ്. വെളുത്ത വർഗത്തിൽപ്പെട്ട ഒരു കുട്ടി സ്നേഹത്തോടെ ഒരു പുഷ്പം കറുത്ത വർഗത്തിൽപ്പെട്ട കുട്ടിക്ക് നൽകുന്ന ഈ ചിത്രം 82 ആണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുന്നത്. അതിന് ഒരു കാരണമുണ്ട്. ലോകത്ത് എമ്പാടും വലിയ തോതിൽ അസഹിഷ്ണുത വളരുന്ന പശ്ചാത്തലം. അത് അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് 7 പതിറ്റാണ്ടോളമായി ഐക്യരാഷ്ട്രസഭ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ വലിയ ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 1996 മുതൽ ദേശീയ സഹിഷ്ണുതാ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടി പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്ന് നവംബർ 16 ഇന്നാണ് ലോക സഹിഷ്ണുതാ ദിനം. ഇങ്ങനെ ഈ സഹിഷ്ണുതാ ദിനം ആചരിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടിനോട് അടുക്കുകയാണ് എങ്കിൽ പോലും നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ലോകത്ത് അസഹിഷ്ണുത ഇപ്പോഴും തുടരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിന് കാരണം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കാരണം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കത്തിന് കാരണം. സുഡാനിലെ ആഭ്യന്തര കലഹങ്ങൾക്ക് കാരണം. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭാരതത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ ഡൽഹിയിലെ സ്ഫോടനം. ഏറെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജനത അവരുടെ എല്ലാ സന്തോഷവും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രവാദികളുടെ നിരന്തരമായ ശ്രമം, അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഡൽഹിയിലെ ഉഗ്രസ്ഫോടനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം അസഹിഷ്ണുതകൾ ഒഴിവാക്കാൻ ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും, നിലപാടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് എനിക്ക് ചുറ്റുമുള്ളവർക്ക് അവരുടേതായ നിലപാടുകൾ ഉണ്ടാകും, ഇഷ്ടങ്ങളുണ്ടാകും, അനിഷ്ടങ്ങളുണ്ടാകും, രാഷ്ട്രീയമുണ്ടാകും. ഞാൻ ഇന്ന് ഈ ദിനം, ഈ സഹിഷ്ണുതാ ദിനത്തെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നും കൊണ്ടല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ പലരും ഒരു പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങൾ ആയിരിക്കും, അതല്ല എങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആയിരിക്കും, അതുമല്ല എങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകൾ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളായിരിക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുകൊണ്ട് മാറ്റുരയ്ക്കുന്നത്. അവരോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം, അത് നമുക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അപ്പോഴൊന്നും അസഹിഷ്ണുത നമ്മൾ വെച്ചു പുലർത്തരുത്. നേരത്തെ നിങ്ങളെ കാണിച്ച ആ ചിത്രം പോലെ നിങ്ങളുടെ വിയോജിപ്പുകളും എതിർപ്പുകളും അറിയിക്കുമ്പോഴും അതിന് സ്നേഹത്തിൻ്റെ
കരുതലിൻ്റെ ഒരു നൈർമല്യമുണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ഒന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇന്നല്ല എങ്കിൽ നാളെ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതിരിക്കില്ല.